ഹായ് ഫ്രണ്ട്സ്, ഷഹനാസ് വൈൽഡ് ലൈഫ് സ്റ്റോറീസിൻ്റെയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജലാന ലെപ്പേഡ് സഫാരി പാർക്കിലേക്കാണ്. ലെപ്പേഡുകളും ഹൈനകളും നീൽഗായി, വൈൽഡ് ഗൈഡ്സ് അങ്ങനെ ഒരുപാട് അനിമൽസ് നിലനിൽക്കുന്ന ഒരു കാട്ടിലേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലെപ്പേഡ് സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഫോറസ്റ്റ് കൂടിയാണിത്. അങ്ങനെ ഞാൻ പറയാൻ കാരണം മറ്റൊന്നുകൂടിയുണ്ട്. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ മാർച്ച് സമ്മറിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ 2 സഫാരി എടുത്തപ്പോൾ എനിക്ക് 2 സഫാരിയിലും സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓഗസ്റ്റ് മാസത്തിലും വന്നിട്ടുണ്ടായിരുന്നു. സെയിം അവർക്കും അന്നും സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇന്നും നമുക്കതുപോലെ തന്നെ 2 സഫാരി ഉണ്ട്, മോർണിംഗ് സഫാരിയും ഈവനിങ് സഫാരിയും. മോർണിംഗ് സഫാരിയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് നമുക്ക് ഇനി ഒരു സഫാരിയുടെ ഉണ്ട്. 30-35 ലെപ്പേഡുകളാണ് ശരാശരി കണക്ക് നിലവിൽ കാണിക്കുന്നത്. പിന്നെ ഹൈനകളും ഉണ്ട് കേട്ടോ. ഹൈനകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രൈപ്പഡ് വരയുള്ള ഹൈനകളാണ്. ആഫ്രിക്കൻ ഹൈനകളെ പോലെ സ്പോട്ടഡ് ഹൈനകളല്ല നമുക്ക് ഇന്ത്യയിലുള്ളത്. പിന്നെയുള്ളത് നീൽഗായാണ് ഇവിടുത്തെ പുലികളുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ സ്പോട്ടഡ് ഡിയറും ഉണ്ട്, നീൽഗായും ഉണ്ട്. ഈ കാണുന്നതാണ് നീൽഗായി എന്നും ബ്ലൂ ബുള്ളെന്നും നീലക്കാളയെന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. നീല കലർന്ന ഒരു കറുത്ത നിറം ഇവരുടെ ശരീരത്തിൽ കാണുന്നതുകൊണ്ടാണ് ഇവർ നീലക്കാള അല്ലെങ്കിൽ നീൽഗായി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് മെയിലിന് മാത്രമാണ് കാണുന്നത്. മെയിലിനെ തിരിച്ചറിയുന്നത് ഏറ്റവും വലിയ മാർഗം ഇത് തന്നെയാണ്. അവർക്ക് കൊമ്പുണ്ട്, അതുപോലെ തന്നെ അവരുടെ കളറ് ഈ നീല കലർന്ന ഒരു കറുത്ത നിറമാണ്. എന്നാൽ ഫീമെയിലിൻ്റെ നിറം വളരെ വ്യത്യസ്തമാണ്. അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർ മാനിൻ്റെ ഒരു കളറൊക്കെയാണ്. ഈ പറഞ്ഞ ഒരു തവിട്ട് നിറമാണ്, ഓറഞ്ച് കലർന്ന തവിട്ട് നിറത്തിലാണ് അവരെ കാണപ്പെടുന്നത്. കുട്ടികളും ഏറെക്കുറെ ഈ കളർ തന്നെയായിരിക്കും. ഞാൻ ലാസ്റ്റ് വന്ന യാത്രയിൽ എനിക്ക് നീൽഗായിയെ കൊന്നു കഴിക്കുന്ന പുലിയുടെ ഒരു വിഷ്വലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെപ്പേഡിനെ അന്വേഷിച്ച് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടൈമിലാണ് മറ്റൊരു സ്ഥലത്ത് ലെപ്പേഡിന് സൈറ്റിംഗ് കിട്ടിയെന്നൊരു കോള് നമ്മുടെ ഡ്രൈവറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി തിരിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഈ ഒരു കാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഇതൊരു ചെറിയ ഫോറസ്റ്റ് കൂടിയാണ്. 23 സ്ക്വയർ കിലോമീറ്റർ അളവിലുള്ള ഒരു ചെറിയ ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സൈറ്റിംഗ് കിട്ടിയാലും പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. എന്തു പറയാനാ, ആ ഭാഗ്യം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. നമ്മൾ സ്ഥലത്ത് വന്നെത്തിയപ്പോഴേക്കും പുലി ഉള്ളിലേക്ക് കയറിപ്പോയി. നമുക്ക് മുന്നേ നിന്ന വണ്ടിയേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ ആൾ ഉള്ളിലോട്ട് കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. ആൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ആൾ വന്നിട്ടില്ല. വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോയി. മറ്റുള്ള സ്ഥലങ്ങളിലും സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു. ഓരോ യാത്രയിലും നമുക്ക് ഓരോ ഫ്രെയിമും ഓരോ അനിമൽസിനെയും കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ യാത്രയിൽ ഈ ഒരു ഫോറസ്റ്റിൽ നിന്നും ഹൈനയുടെ ചിത്രം പകർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. കഴിഞ്ഞ യാത്രയിൽ എനിക്ക് ഹൈനയെ കാണാൻ കഴിഞ്ഞെങ്കിലും ആളുടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ലെപ്പേഡ് നീൽഗായിയെ കടിച്ചു കൊന്ന് കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ പുലി കഴിച്ചിട്ടിടുന്ന വേസ്റ്റ് എടുക്കാനാണ് കൂടുതലും ഹൈനയൊക്കെ വരാറ്. അവരൊരു ഗ്യാങ് ആയിട്ട് വന്നിട്ട് ഈ വേസ്റ്റിനെ അവരങ്ങ് എടുത്തുകൊണ്ടു. അങ്ങനെയായിരുന്നു ലാസ്റ്റ് ടൈമിൽ നീൽഗായിയെ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഹൈന വന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയെല്ലാം കണ്ടപ്പോൾ ഹൈന തിരിച്ച് ഉള്ളിലോട്ട് കയറി പോവുകയും ചെയ്തു. ജസ്റ്റ് നമുക്ക് കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കൂടെ ഉണ്ടായിരുന്ന 1-2 പേർക്കൊക്കെ ചെറിയ വിഷ്വലൊക്കെ കിട്ടി. പക്ഷേ എനിക്കന്ന് ഫോട്ടോസൊന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 1-2 ഫോട്ടോസ് എടുക്കണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മോർണിംഗ് സഫാരിയുടെ ടൈം ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട്. നമുക്കിതുവരെ ഹൈനയും ലെപ്പേഡൊന്നും സൈറ്റിംഗ് കിട്ടിയിട്ടില്ല. ഇനിയുള്ള നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈവനിങ് സഫാരിയാണ്. മോർണിംഗ് സഫാരി കഴിഞ്ഞ ശേഷം നമ്മൾ ചെറുതായിട്ടൊരു ട്രക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ടെമ്പിളുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് നമുക്ക് നടന്നത് ഉള്ളിലോട്ട് പോകാൻ കഴിയും. 2 സൈഡിലായിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിലുകൾക്കിടയിലൂടെയാണ് ഈ ഉള്ളിലോട്ട് പോകുന്നത്, ടെമ്പിളിലേക്കുള്ള വഴി. അപ്പോൾ ഞങ്ങൾ വന്ന വഴിയിൽ നമുക്ക് ലെപ്പേഡിൻ്റെ പക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൾ ഇതുവഴി പാസ് ചെയ്തിട്ടുണ്ട്. പക്ക് മാർക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അലാങ്കോളും ഈ സൈഡിൽ നിന്ന് നല്ലോണം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാനും പറ്റില്ല.
എന്തായാലും ആൾ ഇതുവഴി പാസ്സായിട്ടെന്നുള്ളത് കൺഫേം ആണ്. ഒരു മെയിൽ നീൽഗായിയാണ് ഈ ഓടിപ്പോകുന്നത്. എന്തോ കണ്ട് പേടിച്ചിട്ടാണ് ആൾ ഓടുന്നത്. ഇത് ക്ഷേത്ര പരിസരമാണ് കേട്ടോ. നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആളെന്തോ കണ്ടിട്ടോ സൗണ്ട് എന്തോ കേട്ടിട്ടോ ഓടിപ്പോകുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലെപ്പേഡ് ഈ ഭാഗത്ത് എവിടെയോ നിപ്പുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് ഉള്ള സഫാരിയിൽ കാണാൻ കഴിയും. നമ്മൾ ഈ ടെമ്പിളിന് ചുറ്റുമാണ് ഈ ഫോറസ്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ സഫാരിയും ഇതിനുള്ളിലും ചുറ്റിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലെപ്പേഡിനെ ഈവനിങ് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ യാത്ര നമ്മൾ തുടരുന്നത്. ഈ കാണുന്നതിൻ്റെ 2 കുഞ്ഞ് നീൽഗായികളാണ്. ആദ്യം കണ്ടപ്പം മാന് പോലെ തോന്നിയെങ്കിലും ഇവർ നീൽഗായാണ് കേട്ടോ. കൂടെ നിൽക്കുന്നത് അമ്മ നീൽഗായി, ഫീമെയിൽ. കുട്ടികളെ കാണാൻ ചെറിയൊരു കഴുതയുടെ സാദൃശ്യം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അവരുടെ നല്ല വിഷയമൊക്കെ പകർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോയിട്ടുണ്ട്. രാവിലത്തെ പോലെ തന്നെ നമുക്ക് വീണ്ടും സൈറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞൊരു കോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ട് വണ്ടി ഇത്തിരി സ്പീഡിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തവണ നമുക്ക് സൈറ്റിംഗ് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് വീണ്ടും ജലാനയിലെ ഫേമസ് ആയിട്ടുള്ള റാണയെ തന്നെയാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മുന്നേ വന്ന യാത്രയിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ പുലി, അതേ പുലി തന്നെയാണ് ഈ കാണുന്നത്. ഇയാൾക്ക് അങ്ങനെ ആരെയും പേടിയും ഷൈയൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ മറ്റു പുലികളാണെങ്കിൽ മനുഷ്യരെയോ വണ്ടികളൊക്കെ കാണുമ്പോൾ മാറിപ്പോവാറുണ്ട്. ഈ റാണ എന്ന് പറയുന്ന ലെപ്പേഡിന് മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട്. കാരണം ഈ പുലിയുടെ അച്ഛൻ്റെ ടെറിട്ടറിയിൽ നിന്നും അച്ഛനുമായി ഫൈറ്റ് ചെയ്ത് ആളെ എവിടെ നിന്ന് പായിച്ചിട്ട് ആ ടെറിട്ടറി സ്വന്തമായിട്ട് കീഴടക്കി അവിടെ താമസിക്കുന്ന വ്യക്തിയാണ് ഈ റാണ. ഇവിടെയുള്ള ഡ്രൈവേഴ്സും ഗൈഡൊക്കെ പറഞ്ഞെന്ന അറിവാണ്. അതേ രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഫേസ് കൊടുത്തിട്ടുള്ള ഒരു ലെപ്പേഡ് കൂടിയാണ് ഈ റാണ. അത്യാവശ്യം കുറച്ച് നേരം നമുക്ക് നല്ല വിഷ്വലൊക്കെ കിട്ടി. ആൾ നമ്മളെ വണ്ടിക്ക് മുന്നാലെ ക്രോസ് ചെയ്തും കുറച്ച് ദൂരെയായിട്ട് പോയി കിടന്ന് വിശ്രമിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വന്നതിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു സൈറ്റിങ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസും കിട്ടി നല്ല രീതിയിൽ തന്നെ. ഹൈന എന്ന ആഗ്രഹം നടന്നില്ലെങ്കിലും നമുക്ക് ലെപ്പേഡിനെ നല്ല രീതിയിൽ വിഷ്വൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ യാത്രയിലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം, ലെപ്പേഡുകളുടെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് രാജസ്ഥാനിലെ ജലാന ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഒരു തവണയല്ല, ഞാൻ 2 തവണ വന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിലും അവർക്കും ഇതേ രീതിയിൽ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. കർണാടക ഫോറസ്റ്റിലൊക്കെ പലതവണ പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് എനിക്ക് ഇതുവരെ സൈറ്റിങ് കിട്ടിയിട്ടില്ല. കിട്ടുന്നവരും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഫോറസ്റ്റ് തന്നെയാണ്. എന്തായാലും ഈ യാത്രയിൽ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ. ലെപ്പേഡിൻ്റെ ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അതേ രീതി തന്നെ നീൽഗായുടെയും മറ്റു പക്ഷികളുടെയൊക്കെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ യാത്രയുടെ ഒരു ചെറിയൊരു ലക്ഷ്യമായിരുന്നു നമുക്ക് ഹൈനയെ കിട്ടണമെന്നാണ്. അതുകൊണ്ട് തന്നെ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നമ്മൾ മറ്റൊരു സഫാരിയുടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജലാന ഫോറസ്റ്റിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അമാഗർ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത്. അവിടെയും ലെപ്പേഡ് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹൈനയെ കിട്ടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു അറിവ് കിട്ടിയത്. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കൂടെ സഫാരിയിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ നമ്മൾ അങ്ങോട്ടൊരു സഫാരി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഹൈനയെ തേടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും അടുത്ത വീഡിയോ കാണുക. ഈ യാത്രയിലെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. കണ്ടിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു.